ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ബികോം ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 15-ാം തീയതി വരുന്നുണ്ട് എന്ന് കേരള PSCയുടെ അവസാനം ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ആ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. വേരിയസ് ഗവൺമെന്റ് കമ്പനീസ് ആൻഡ് ബോർഡുകളിലേക്കാണ് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 15-ാം തീയതി ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് PSC അറിയിച്ചിട്ടുണ്ട്. അപ്പം അവസാനം നടന്ന എക്സാമിനേഷന്റെ വിശദ വിവരങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 611/2021 എന്ന നമ്പറിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബികോം ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നേടിയിരിക്കണം എന്നുള്ളതാണ്. ഇനിയും ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേയുടെ ഒരു പ്രത്യേകത, നിങ്ങൾ നിയമിക്കപ്പെടുന്ന കമ്പനി അല്ലെങ്കിൽ ബോർഡാണ് നിങ്ങളുടെ സാലറി തീരുമാനിക്കുന്നത്. അതായത് ചില കമ്പനികളിൽ വളരെ വലിയ സാലറി ആയിരിക്കും, ചിലതിൽ ആസ് കമ്പയർ ടു കുറവായിരിക്കും. അത് നിങ്ങൾ എവിടെയാണോ നിയമിതരാകപ്പെടുന്നത് അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിട്ടിരിക്കും. നമുക്കറിയാം ബീവറേജിന്റെയും KSFE-യുടെ ഒക്കെ അവസ്ഥ. KSFE-യിൽ കുറച്ചും കൂടി താരതമ്യേന നല്ല ശമ്പളമാണ്, എന്നാൽ മറ്റ് ചില ബോർഡുകൾക്ക് അത്രമാത്രം വലിയ ശമ്പളം തരാൻ പറ്റണമെന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശമ്പളം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു പേ ഓഫ് സ്കെയിൽ ഇതിന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് വേക്കൻസികൾ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയ ഒരു നയം PSC പിന്തുടരുന്ന ഒരു പുതിയ നയം എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയും ഈ 3 വർഷത്തിനുള്ളിൽ നിയമനങ്ങൾ നടത്തിപ്പോവുകയും 3 വർഷത്തെ കാലാവധി കഴിയുന്നതിന്റെ അന്ന് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിയമന രീതി പിന്തുടരുന്നതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയിൽ നിയമനങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ് എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും നന്നായിട്ട് പഠിക്കുകയും വേണം. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 18 വയസ്സിന് 36 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 611/2021 ആണ്. ഇതിന്റെ DOE വന്നിരിക്കുന്നത് 10/10/2023 ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് 65.67 ആണ്. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 185 പേരായിരുന്നു ഇതിൽ ഉൾപ്പെട്ടത്. എന്നാൽ ഇതിൽ നിന്ന് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 45 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് അത്യാവശ്യം നല്ലൊരു ശതമാനം നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബികോം ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഇതിനു വേണ്ടി തയ്യാറെടുക്കണം. മറ്റ് എക്സാമുകൾക്കൊപ്പം തന്നെ, അതായത് ജനറൽ PSCയുടെ മറ്റ് എക്സാമുകൾക്കൊപ്പം തന്നെ തയ്യാറെടുക്കുന്നവർക്ക് അധികം കുറച്ചും കൂടി എഫർട്ട് ഇട്ടാൽ അനായാസം കിട്ടാവുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 600ഓളം ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് ആയി എന്നുള്ളത് ഏണസ്റ്റ് അക്കാഡമിക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല നമ്മുടെ കോഴ്സുകളൊക്കെയും ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും പഠിക്കാൻ പറ്റുന്നതാണ്. മാത്രവുമല്ല നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ ധാരാളം ഉന്നത റാങ്ക് ജേതാക്കൾ ജോലി ഉള്ളവരായിരുന്നു. അവർ ജോലിക്കിടയിലാണ് വർക്കൗട്ട് ചെയ്ത് ഈ സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിലൊരു സർക്കാർ ജോലി നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.